ഹായ്, നമസ്കാരം. ഇന്ന് പ്രൈം പോഡ്കാസ്റ്റിൽ ഞാനാണ് ശരത് തേന്നുമൂല. നിങ്ങൾക്കറിയാം, ഞാനൊരു ആക്ടറാണ്. കുട്ടനാടൻ മാർപ്പാപ്പ, ഓപ്പറേഷൻ ജാവ സിനിമകളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓപ്പറേഷൻ ജാവയിലെ വില്ലനാണ്. ഒപ്പം ഐനിക എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടറാണ്. 20 വർഷമായി മെൻ്റൽ ഹെൽത്തും കുട്ടികളും അങ്ങനെ വ്യത്യസ്തമായ പ്രായത്തിലുള്ള ആളുകളോട് പരിശീലനങ്ങൾ നടത്തുന്ന സേയസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററും കൂടിയിട്ടാണ്. ആൽബിനിസം ജന്മനാൽ ഈ മെലാനിൻ കണ്ടന്റ് ഇല്ലാത്തതാണ്. മറ്റ് ആളുകളുടെ ഇരകളാവാറുണ്ട് നമ്മൾ. ഞങ്ങളെപ്പോലുള്ള ആളുകളെ സായിപ്പേ മദാമേ എന്ന് വിളിച്ചാൽ കളർ ഡിസ്ക്രിമിനേഷൻ്റെ അട്രോസിറ്റി ആക്ട് പ്രകാരം തന്നെ എന്ത് ചെയ്യേണ്ടതാണ്. ഇതുകൊണ്ട് നമ്മൾ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ആ സായിപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഈ പരാതി പറയാൻ ചെന്നവനാരായി, എടോ നിങ്ങളെ കണ്ടാൽ അങ്ങനെ തോന്നും. ഈ കളറൊക്കെ കുറഞ്ഞിരിക്കുന്നതാണ് ആൾക്കാരുടെ പ്രശ്നം. കളറൊക്കെ കൂടിയപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇന്ന് വരെ നമ്മുടെ ഒരു പാഠപുസ്തകങ്ങളിലും ആൽബിനിസത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇവിടെ എത്ര ആളുകൾ ഉണ്ട് എന്നുള്ള സർവേ നടന്നിട്ടില്ല. ചില സ്റ്റിഗ്മകൾ പറയാറുണ്ട്. നിന്റെ അച്ഛൻ വേറെ ആരെങ്കിലും ആണോ, എന്റെ അമ്മ അങ്ങനെയാണോ? ഗവൺമെന്റ് കൃത്യമായി ആൽബിനിസം എന്താണെന്നും ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ എങ്കിലും വന്നാൽ തീരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് ഇതിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്ന അതൊരു വാർത്തയാണ്. അതിനൊരു അഗ്രസീവ് മോഡ് വന്നാൽ വ്യക്തിക്ക് ചർച്ച പോകത്തുള്ളൂ. ഗവൺമെന്റിന് അതൊരു സോളിഡ് എവിഡൻസ് അല്ല. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റ് റെഫ്യൂജീസ് ആണ്. ഇപ്പോൾ ഞാൻ ഈ പോഡ്കാസ്റ്റിൽ വന്ന് ഇരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം 2 തരം പ്രധാന അന്ധവിശ്വാസങ്ങളാണുള്ളത്. ആഫ്രിക്കയിൽ ചെകുത്താനന്റെ സംഭവമാണെന്നുള്ളതുകൊണ്ട് ഇവർ മറ്റേ ലുട്ടാപ്പീനൊക്കെ കൊണ്ടു നടക്കുന്ന പോലെ ആഭിചാര ക്രിയകൾക്ക് കൊണ്ടുപോകും. ഇത്തരം ആളുകളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എയ്ഡ്സ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇവർ അത്തരം ആളുകൾ എത്രയോ സ്ഥലങ്ങളിൽ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചിലർ ഇവരുടെ മാംസം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിശ്വാസങ്ങളും മിത്തുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് ഇത് സർപ്പകോപമാണ്. ഒരു പാഠപുസ്തകത്തില് ബാലരമയിലോ പുരാണ ഇതിഹാസം മുതൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആൽബിനിസമുള്ള ഒരു കഥാപാത്രം എവിടെയെങ്കിലും വന്ന് പാണ്ഡുവിന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതും ഇത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. പലരും എന്നോട് പറയാറുണ്ട്, നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്ക്, നിങ്ങൾ അങ്ങനെ സമരം ചെയ്ത് നേട്, ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നടക്കൂ. അങ്ങനെയൊന്നുമല്ല. കാരണം ഇതൊരു രോഗമല്ല, ഇതൊരു കണ്ടീഷനാണ്. എനിക്ക് പൂച്ചയെ ആക്ച്വലി പേടിയാണ്. അതുപോലെ തന്നെ കണ്ണാടി നോക്കാൻ പേടിയാണ്. കാരണം കണ്ണാടിയിൽ കാണുന്ന ഞാൻ എൻ്റെ രൂപമാണ്. ഇതുപോലെ എനിക്ക് അന്ന് ഒരു കാര്യത്തിനെ കൂടി പേടിയായിരുന്നു, അപ്പൂപ്പ നാടീന്. ഇത് 3 ഒരേ കളറാണ്. ഞാൻ സാറിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോയില് സാർ ഇങ്ങനെ ആൽബിനിസം എന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇന്നത്തെ സൊസൈറ്റിയിൽ മെജോറിറ്റി ഓഫ് പീപ്പിൾ അറിയില്ല എന്താണ് ആൽബിനിസം എന്ന്. ആൽബിനിസം എന്ന് പറയുന്നത് ഒരു ജനറ്റിക്കൽ കണ്ടീഷനാണ്. ഓക്കെ. അതായത് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നിറം കൊടുക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഇല്ലാതെ ജനിക്കുന്നതിനെയാണ് നമ്മൾ ആൽബിനിസം എന്ന് പറയുക. അത് മനുഷ്യരിൽ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. അതായത് നമുക്ക് ശരീരത്തിന് കറുപ്പ് നിറം കൊടുക്കുന്ന ആ ഒരു പിഗ്മെന്റിനെയാണ് നമ്മൾ മെലാനിൻ എന്ന് പറയുക. ആ മെലാനിൻ നമ്മുടെ ശരീരത്തിൽ ഇല്ല. അങ്ങനെയുള്ളവരാണ് നമ്മൾ ആൽബിനിസം എന്ന് പറയും. അപ്പൊ ആ വാക്കുകളൊക്കെ നമ്മൾ പണ്ടെപ്പോഴും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള മനുഷ്യരെയും അങ്ങനെയുള്ള ആളുകളെയും കണക്ട് ചെയ്ത് നമ്മൾ അധികം അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അത് കളറ് മാത്രം ഒരു വ്യത്യാസം എന്നാണ് ആളുകൾ പൊതുവെ ധരിച്ചു വെച്ചിട്ടുള്ളത്. ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഇത് എന്താ പറയുക ഒരു വെള്ളപ്പാണ്ടാണ്, അല്ലെങ്കിൽ പടരും എന്നൊക്കെ പറയുന്ന പല ഇതൊക്കെയുണ്ട്. എക്സാക്ട്ലി അത് അങ്ങനെ ഒന്നുമില്ല. ജനിക്കുമ്പോൾ തന്നെ മെലാനിൻ ഒരു പിഗ്മെന്റ് കളർ പിഗ്മെന്റ് ഇല്ല എന്നുള്ളത് മാത്രമാണ് അതിന്റെ പ്രശ്നം. പിന്നെ ഒരു 1-2 പ്രത്യേകതകളുണ്ട്. ഈ മെലാനിൻ ആണ് നമ്മളെ അൾട്രാ വയലറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് വെയിലിൽ നിന്ന് പ്രതിരോധിക്കുന്ന ഇത് ഈ ഒരു പിഗ്മെന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ആ ഒരു മെലാനിൻ പിഗ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് അൾട്രാ വയലറ്റ് സാധാരണ ആളുകളെക്കാൾ കൂടുതൽ ശക്തിയിൽ ഏൽക്കുകയും അൾട്രാ വയലറ്റ് അടിച്ചാൽ ഉണ്ടാകാവുന്ന സൂര്യാഘാതം മുതൽ മെലനോമ വരെയുള്ള ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത സാധാരണ മനുഷ്യരെക്കാൾ ഒരുപാട് അവർക്ക് കൂടുതൽ. അതുകൊണ്ടാണ് ഈ വേനൽ കൂടി വന്ന സമയത്ത് ആൽബിനിസത്തെക്കുറിച്ച് കുറച്ചുകൂടി പറയേണ്ടതുണ്ട് എന്ന് വിചാരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു അവസ്ഥയിലുള്ള ആളുകൾക്ക് എങ്ങനെ ആയിരിക്കും ആ വേനൽക്കാലത്തെ അതിജീവിക്കാൻ പറ്റുക? വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ ഇപ്പോഴും ഒരു വളരെ ടെൻഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയൊക്കെ നമ്മൾ സുരക്ഷിതമായിരുന്നാലും 1 മിനിറ്റ് സമയം പോലും മതിയാകും ഇത്തരമുള്ള ഒരാളെ ഒന്ന് പൊള്ളിക്കാനായിട്ട്. അത് ആ പൊള്ളൽ സാധാരണ നമ്മൾ വെള്ളം വീണ് പൊള്ളുന്നത് പോലെ, എണ്ണ വീണ് പൊള്ളുന്നത് പോലെ ഒന്നും അല്ല ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻ്റെ ബേണിംഗ് എന്ന് പറയുന്നത്. അത് ഒരു 3-4 സ്റ്റേജിൽ സംഭവിക്കാം. പെട്ടെന്ന് നമ്മുടെ സ്കിന്ന് പെട്ടെന്നൊന്ന് ചുമക്കാം. അതൊരു വലിയ സീനല്ല. സാധാരണ ആളുകൾക്ക് ഒരു ടാൻ അടിക്കുന്ന പോലെ ഉണ്ടാവത്തുള്ളൂ.
പക്ഷെ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേൺ ചെയ്ത് സൂര്യാഘാതമാകാം. ആ ഒരു ടൈമിൽ ഇവർക്ക് പെട്ടെന്ന് അതിനെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മരണത്തിനുള്ള ചാൻസ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് സൂര്യൻ്റെ ചൂട് കൊണ്ട് ഇവിടെ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്ന മനുഷ്യരാണ് ഈ പറയുന്ന ആൾ. അപ്പോൾ ആളുകൾക്ക് ഈ അൾട്രാ വയലറ്റ് റേയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ശേഷി ഇവർക്കില്ല എന്നുള്ള കാര്യം പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ വെളുപ്പ് എന്ന് പറയുന്നത് വേറെ എന്തോ വസ്തുവാണെന്നും അത് അങ്ങനെ എന്തോ ആണെന്നുള്ളതുകൊണ്ടാണ് ആളുകൾക്ക് ലോജിക്കലി അത് കറക്റ്റ് ആവാത്തത്. അപ്പോൾ ആ ലോജിക്ക് ആളുകൾക്ക് മനസ്സിലായാൽ ഈ തവണ എന്ത് ചെയ്യും, ഈ പക്ഷിക്കും മൃഗങ്ങൾക്കും ഒക്കെ വെള്ളം വെക്കുന്നതിനേക്കാൾ വലിയ പ്രിയോറിറ്റി ഇത്തരം മനുഷ്യർക്ക് കൊടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. കൊടുക്കുമായിരിക്കും. സൊസൈറ്റിക്ക് മാത്രമല്ല നമ്മുടെ ഗവൺമെന്റും അതിനെപ്പറ്റി വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടേണ്ട പരിഗണന കിട്ടുന്നുണ്ടോ? അങ്ങനെ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടണം. ഒന്നുകിൽ അതിന് അക്കാഡമിക് റെലവൻസോട് കൂടി അതിനകത്ത് ഉണ്ടാവണം. അത് ഉണ്ടാവുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള പോളിസികൾക്കനുസരിച്ചിട്ടാണ്. അല്ലാതെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു അസോസിയേഷനോ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെന്തെങ്കിലും നടപടി ഉണ്ടാവണം. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പോലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി പ്രകാരമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ബൈ ബർത്തിൽ തന്നെ സംഭവിക്കുന്ന ഒരു ജനറ്റിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് ഇതിനെ ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റത്തില്ല. ഇപ്പോൾ ഈവൻ ഒരു 10-30 കാറ്റഗറീസ് നമ്മൾ ഈ പറഞ്ഞ ഡിഫറെൻ്റ്ലി ഏബിൾഡിൻ്റെ കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ആസിഡ് അറ്റാക്ക് വന്നിട്ടുള്ള അങ്ങനെ വിധേയമായ ആളുകളെ കൂടി വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, UDID കാർഡ് കൊടുക്കുന്ന പരിഗണനയിൽ പെടുത്തിയിട്ടുണ്ട്. ഇത് രോഗമല്ലാത്തതുകൊണ്ടും മറ്റു തരത്തിലുള്ള ഈ നിലവിലുള്ള ക്രൈറ്റീരിയയിൽ ഇതൊന്നും പെടില്ലാത്തതുകൊണ്ട് ഇതൊരു ഡിസേബിലിറ്റി അല്ല. അപ്പോൾ അതാണ് ഒരു കാരണം. ഈ രീതിയിൽ അതിനെ പരിഗണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള മനുഷ്യരെ പരിഗണിക്കപ്പെടാറുണ്ട്. കാരണം ഈ ശരീരത്തിനകത്ത് മെലാനിൻ കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ പോലും ഉണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ലൈറ്റ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഇവരുടെ ഒരു കാഴ്ചയൊക്കെ ഒരു 20% ഒരു ആവറേജ് അത്രേ കാണത്തുള്ളൂ. അപ്പോൾ പിന്നെ നിസ്റ്റാഗ്മസ്, കണ്ണ് ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക, കണ്ണിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുക, അത് ഓരോ ആളുകളിലും വ്യത്യസ്തമായ കുറച്ച് ഐ പ്രോബ്ലംസും കൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ഒരു എന്താ പറയുക, കാഴ്ച പരിമിതർ എന്നുള്ള നിലയ്ക്ക് ചില ആളുകളെങ്കിലും എടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ജനിച്ച് വളരുന്ന ഫാമിലി സാഹചര്യത്തിൽ വീട്ടുകാർ കുട്ടീനെ ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ പെടുത്തണമെന്ന് തോന്നിയാൽ പെടുത്തും, പെടുത്തേണ്ടതില്ല എന്ന് തോന്നിയാൽ അവരത് പെടില്ല. ഇപ്പോൾ ഈ പറയുന്ന മനുഷ്യരിൽ അങ്ങനെയുള്ള ഇതേപോലെ കാഴ്ച പരിമിതരുടെ പേരിൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. നോർമലായിട്ട് ഇതൊന്നും അറിയാതെ നോർമലി ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പോളിസിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനെ അക്കാഡമിക്കലി ആളുകൾ ഡിസ്കസ് ചെയ്യണം. ഒരു പക്ഷേ ഈ ചൂട് കൂടി വരുന്ന സമയത്ത് സാധാരണ ജനങ്ങളുടെയും അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഈ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ അവരെ കുറിച്ച് കൂടി പറയുകയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഇതിനെ ലോകത്ത് എന്തിനെക്കുറിച്ച് പറഞ്ഞാലും ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഡിസ്കഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ എന്ത് ചെയ്യാം, ഈ ആൽബിനിസം എന്ന് പറയുന്ന വാക്കുകൾ ചേർക്കാം. ലോസ് ആഞ്ചൽസിൽ തീ കൊണ്ട് ബഹളമാണ്. അതായത് വരാനിരിക്കുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ആയ മെഷർമെന്റ് ഉള്ളതുകൊണ്ടാണ് അത്രയും കുറവ് ആളുകളുടെ മാത്രം മരണം. ഇപ്പോൾ നമ്മൾക്ക് വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ച് ഇത്തവണ 2-3 ഡിഗ്രി സെൽഷ്യസ് കൂടുമെന്നാണ് നമുക്കിവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഇതിന് പരിഗണിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ജനങ്ങൾ, മാധ്യമങ്ങൾ, അക്കാഡമിഷ്യന്മാര് ഈ പറയുന്ന രീതിയിലേക്ക് വരും. പിന്നെ ഇത് ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് അക്കാഡമിക്കലി വരാത്തതിന് 1-2 കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഒരു നമ്മൾ ഡിഗ്രിക്ക് പൊതുവെ PGക്കും MPhil ഒക്കെ പഠിക്കുന്ന PhD ഒക്കെ പഠിക്കുന്ന സമയത്ത് പല വിഷയങ്ങളിലാണ് നമ്മൾ എടുക്കുക. ആൽബിനിസവുമായി ബന്ധപ്പെടുത്തിയും അങ്ങനെ അധികം പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര ആളുകളുണ്ട് എന്നുള്ള സർവേ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിവിടെ വന്നിരുന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റിന് അതൊരു സോളിഡ് എവിഡൻസ് അല്ല. ഇതിപ്പോൾ ഒരാൾ വന്നിരുന്ന് സംസാരിക്കുന്നു, അയാളുടെ അനുഭവം പറയുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ ഉള്ളവർ കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അതിന് ആ രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യത്തുള്ളൂ. ഒരു വിഭാഗത്തിന്റെ ഒരാൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അയാൾ വന്ന് പറയുന്ന ഒരു പേഴ്സണൽ സ്റ്റോറി എന്നുള്ളത്, ഈ പേഴ്സണൽ സ്റ്റോറീനെ എന്താക്കി മാറ്റണം? അക്കാഡമിക് റെലവൻസ് ഉള്ള ഓരോ വിഭാഗം ആളുകളാണ്
അതിനെ എന്താക്കി എടുക്കാൻ കഴിയുക, ഇതിനകത്ത് സാധ്യതകൾ മനസ്സിലാക്കി വരിക. അങ്ങനെ പല സ്റ്റെപ്പ് കഴിഞ്ഞ് ഗവൺമെൻറ്റിന് ഇത് അക്കാഡമിക്കലി റെലവൻസ് ഉണ്ടെന്ന് തോന്നണം. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഇത്തരം ആളുകളുടെ ശരിക്കും ചെയ്യേണ്ടത് ആരോഗ്യ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും കൂടി തീരുമാനിച്ച് സാമൂഹ്യനീതി വകുപ്പ് ആദ്യം ഇത് എത്ര ആളുകളുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് ആദ്യം ഒരു സർവേ ചെയ്യാനായിട്ട് അവർ വില്ലിങ് ആവണം, അല്ലെങ്കിൽ അത്ര ഒരു അനൗൺസ്മെന്റ് അവർ ചെയ്യണം. സാറിന്റെ മൈൻഡിൽ എന്തൊക്കെ പരിഗണനയാണ് ഈ ആൽബിനിസം ഉള്ള ആളുകൾക്ക് കിട്ടേണ്ടത്? കിട്ടേണ്ട പരിഗണന 3 തരത്തിലാണ്. ഒന്ന്, അവർ ജനിക്കുന്ന സമയത്ത് അവരുടെ പേരൻസിനും അവരുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള കൃത്യമായ ധാരണകൾ വീടിനും അവരുടെ ചുറ്റുവട്ടത്തിനും പൊതുസമൂഹത്തിനും ഉണ്ടാവണം. അപ്പോൾ ആ പരിഗണന കിട്ടുന്നില്ല എങ്കിൽ അവിടെ ആളുകളുടെ അന്ധവിശ്വാസവും ഈ കുട്ടി ഇപ്പം എനിക്കറിയുന്ന പല ആളുകളും അവരുടെ ജീവിതത്തിന്റെ കഥകൾ പറയണമെന്നും എഴുതണമെന്നും പറയുമ്പോൾ അവർ ചെറുപ്പത്തിൽ അനുഭവിച്ച ചില സ്റ്റിഗ്മകൾ പറയാറുണ്ട്. നിന്റെ അച്ഛൻ വേറെ ആരെങ്കിലും ആണോ, എൻ്റെ അമ്മ അങ്ങനെയാണോ, അങ്ങനെ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് അവൻ 100 സ്ഥലത്ത് പോകുന്നതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു പറയും. എനിക്ക് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ പല പെൺകുട്ടികളുടെയും ഒരു പ്രത്യേക പ്രായം, അവർക്ക് തിരിച്ചു പറയാൻ അറിയില്ലാത്ത പ്രായത്തിൽ അവരുടെ ഏറ്റവും വലിയ സ്റ്റിഗ്മ അവരോട് നേരിട്ടും അല്ലാതെയും ഒക്കെ അവരുടെ ജനനത്തെക്കുറിച്ച് മുതൽ ഈ പറയുന്ന അൺഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അത് ചിലരത് ശാപമാണെന്ന് പറയും. കൃത്യമായ അവയർനെസ് ഇല്ല. സ്വാഭാവികമായിട്ട് ആദ്യത്തെ പരിഗണന കിട്ടേണ്ടത് ഗവൺമെന്റ് കൃത്യമായി ആൽബിനിസം എന്താണെന്നും അത് ഏതൊക്കെ തരത്തിൽ ഇത് ചെയ്യണമെന്നുള്ള കൃത്യമായ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ എങ്കിലും വന്നാൽ തീരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ തവണ ആ പരിഗണന അല്ലെങ്കിൽ ഏറ്റവും കിട്ടേണ്ട പരിഗണന ഇതിനെക്കുറിച്ചുള്ള ഹെൽത്ത് ആങ്സൈറ്റികൾ മാറണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, ഹെൽത്ത് ആങ്സൈറ്റി മാറിയാൽ അവരുടെ സോഷ്യൽ കൺസേൺ മാറും, അവരുടെ വീടും അവരുടെ കമ്മ്യൂണിറ്റിയും അവരുടെ പിയർ ഗ്രൂപ്പിലും കേൾക്കേണ്ടാത്ത പലതിനെയും ഓവർകം ചെയ്യാൻ പറ്റും, അവർക്ക് കൂടുതൽ സോഷ്യലൈസേഷൻ കിട്ടും. ഇനി ഇതിനൊക്കെ അപ്പുറത്ത് ഒരു കാര്യം കൂടി നടക്കും, അവർക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഒരു എന്താ പറയണേ മുമ്പോട്ട് പോകാനുള്ള ഒരു ധൈര്യം കിട്ടും. ഒന്നാമത്തെ കൺസിഡറേഷൻ അതാണ്. രണ്ടാമത്തേത്, ഇവരുടെ ശരീരത്തിന് പ്രശ്നങ്ങളല്ല, ഈ മെലാനിൻ എന്ന് പറയുന്നത് ഇല്ലാത്തതുകൊണ്ട് റിസ്ക് എലമെന്റ്സ് ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും വെളിച്ചം, സൂര്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് അവരുടെ കണ്ണിനെയും സ്കിന്നിനെയുമാണ് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഇപ്പൊ ഞാൻ കണ്ണടയൊക്കെ വെച്ച് പുറത്ത് നിൽക്കുന്ന സമയത്ത് ആളുകൾ പൊതുവെ ഫോറിനർ എന്നുള്ള ഭയങ്കര ഒരു ആദ്യത്തെ ആങ്സൈറ്റി അതാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ മലയാളം അല്ലെങ്കിൽ ഞങ്ങൾ അറിയുന്ന ആളുകൾക്ക് പോലും എന്തിനാണ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കറുത്ത കണ്ണട വെക്കുന്നത് എന്നുള്ള കോമൺ സെൻസ് ഇല്ല. പിന്നെ അവൻ്റെയൊക്കെ ഒരു ജാട. അതായത് മമ്മൂട്ടിക്ക് പറയാം ഞാൻ കണ്ണട വെച്ചിട്ടുള്ളത് എൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ എൻ്റെ ഐ പ്രൊട്ടക്ഷൻ ആണെന്ന് പറയും. അതിനേക്കാൾ വലിയ കോമൺ സെൻസ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴും ഈ 20% ഏകദേശം കാഴ്ചയുള്ള ആൾക്കാർ ഒരുപാട് കറുത്ത കണ്ണട വെക്കാൻ പറ്റത്തില്ല. കാഴ്ച പരിമിതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വേറെ ലെൻസ് വെക്കാൻ പറ്റത്തില്ല. കാരണം അത് അവരുടെ ആ അൾട്രാ വയലറ്റ് റേറ്റിന് കൂടുതൽ വരിക, അത് കണ്ണിന് മറ്റ് ഹാംഫുൾനെസ് ഉണ്ടാകും. അപ്പോൾ കണ്ണിനും തൊലിക്കും ഉണ്ടാവുന്ന എല്ലാ പ്രൊട്ടക്ഷനും കിട്ടുന്ന തരത്തിലേക്ക് ഒരു അവൈലബിലിറ്റി സോഴ്സ് ഉണ്ടാവണം. ഇപ്പോൾ ഈ എന്താ പറയുന്നത് സൺബേൺ ഉണ്ടാവാൻ സാധ്യതയുള്ളപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആശുപത്രിക്കാർക്ക് വേഗം മനസ്സിലാവണം ഇവർക്ക് ഇന്ന രീതിയിലാണ് ബേൺ ആയിട്ടുള്ളത്, ഇന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. പക്ഷേ നിലവിൽ അതില്ല. ഇങ്ങനെയുള്ള ആളുകൾ അധികം സമൂഹത്തിലേക്ക് ഇറങ്ങി വരാറില്ല. അവർക്ക് ഒരു ഭയമാണ് സൊസൈറ്റീനെ. അതായത് എന്നെ കണ്ട അവരെന്ത് പറയും, അല്ലെങ്കിൽ എന്നോട് എങ്ങനെ പെരുമാറും, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ സാർ എങ്ങനെയാണ് ഇതിനെപ്പറ്റി സംസാരിക്കാനും അതേപോലെ തന്നെ ഇതിനെപ്പറ്റി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ളൊരു ധൈര്യം സാറിന് എവിടെ നിന്നാണ് കിട്ടിയത്? ധൈര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ നമ്മൾ സംസാരിക്കും. അത് ഈ ജനിച്ച് നമ്മൾ ആ ചെറിയ പ്രായത്തിൽ ചുറ്റുവട്ടങ്ങളിൽ നിന്നാണ് നമ്മളും കുറേ കാര്യങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരെ ഈ ലോകത്തിൽ ഇങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഉള്ള അവസരങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ ഇപ്പോൾ ഒരാളൊരു കഥ പറഞ്ഞു തന്നാലും അതിനപ്പുറത്തേക്ക് വരാനൊന്നും പോകുന്നില്ല. പിന്നെ നമ്മളൊരു കൗമാരത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മളിൽ എന്തോ പ്രത്യേകതകൾ നമ്മളും
ഓപ്പോസിറ്റ് ജെൻഡേഴ്സും കൂടി നമ്മളെ ചില സ്ഥലത്ത് ഇൻക്ലൂസ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മളെ കുറിച്ച് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത്, കൺസേൺ ആവുന്നത്. കാരണം അത് എല്ലാ പ്രായത്തിലും ഉണ്ടാവുന്നതാണ്. നമ്മുടെ സ്വന്തമായിട്ട് സ്വന്തം ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റിയോ ആങ്സൈറ്റിയോ തുടങ്ങുന്നു, പ്രണയം തുടങ്ങുന്നു, അല്ലെങ്കിൽ രണ്ടാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, കൂട്ടുകൂടുക. ഇങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾക്ക് പ്രശ്നമില്ലെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് പ്രശ്നമില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും നാട്ടുകാരിൽ ആർക്ക് വേണമെങ്കിലും തോന്നാവുന്ന ചില കാര്യങ്ങളുടെ പേരിൽ നമ്മൾ ചിലപ്പോൾ മാറ്റി നിർത്തപ്പെടും. അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും നമ്മൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നുകയോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് തോന്നുകയോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാണ്. പക്ഷെ അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് ഞങ്ങളോട് തീർക്കും, ഞങ്ങളുടെ വീട്ടുകാരോട് തീർക്കും, കരയും, വാശി പിടിക്കും, അപ്പോൾ സ്കൂളിൽ പോകണ്ടെന്ന് പറയും. അങ്ങനെയുള്ള കലാപരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് അവിടെ ആ പ്രായത്തിൽ അതേ നടക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 ആ കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് ഉൾവലിയണോ പുറത്തേക്ക് ഇറങ്ങണോ എന്ന് തീരുമാനിക്കുക. അതിൽ അതൊക്കെ അതാണ് ഈ വ്യക്തി ജനിച്ച് ജീവിക്കുന്ന അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ ലൈഫ് അനുസരിച്ചിരിക്കും. ഇപ്പം എൻ്റെ ചുറ്റിലുമുള്ള ആളുകളുടെയൊക്കെ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് എന്നെ അധികം അങ്ങനെ ഒളിച്ചിരുത്തുന്ന അല്ലെങ്കിൽ ഒരു കരഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ എന്നാൽ മോൻ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നൊന്ന് തീരുമാനിക്കുന്ന ആളുകളൊന്നുമല്ല. അങ്ങനെ ഒരു പ്രത്യേക കൺസിഡറേഷൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരു പ്രത്യേകതയുള്ളതായിട്ട് അവരാർക്കും കാണിക്കുകയോ തോന്നിപ്പിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് തന്നെയാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന് +2 വരുമ്പോഴാണ് അപ്പോൾ നമുക്ക് കുറേ ആൻസൈറ്റീസ് വരും. നമുക്ക് ഒരാളോട് പ്രണയം തോന്നിയാൽ അത് പറയാമോ? കാരണം അതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു സാധനം വരും. ഇപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നുകയാണ് നമുക്കൊന്ന് ഉൾവലിയാം. കാരണം എല്ലാവരും കൂടുമ്പോൾ കുറച്ച് പേര് ഇൻക്ലൂസീവ് ആവും. ചില ആൾക്കാർ വളരെ പെട്ടെന്ന് അത് ഓക്കെ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മൈൻഡ് മോൾഡ് ചെയ്തത് ഞാൻ തനിയെ ആയിട്ട് വിഡ്രോ എവിടെയും ചെയ്ത് പോന്നിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ അൺകംഫർട്ടബിൾ ആയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കും. കാരണം എന്നെയും കൊണ്ട് പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന അഡീഷണൽ ബാഗേജ് ഒഴിവാകാനായിട്ട് അത് ചെയ്യും. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ദൂരേക്ക് മാറി നിൽക്കാനൊക്കെ മൈൻഡിൽ കുറേ കാലത്ത് പ്ലാനിങ് ആണ്. കാരണം എന്താ വെച്ചാൽ ഒരു പ്രത്യേക പരിപാടിക്കോ ഫംഗ്ഷനോ പോകുമ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ അനിയനോ അനിയത്തിയോ കസിൻസോ സുഹൃത്തുക്കളോ ഒക്കെ ഉള്ള സമയത്ത് ആളുകൾ മലയാളിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പറയുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോഴേക്കും നമുക്ക് ബോധം വെച്ചു. കാരണം എൻ്റെ കൂടെ എനിക്ക് മാത്രമല്ല, എനിക്ക് ചിലപ്പോൾ വിഷമം വന്നാലോ ദേഷ്യം വന്നാലോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്നെ ബാധിക്കാത്ത ആളുകളുള്ളിടത്തോളം കാലം ചിലപ്പോൾ അത് ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പോകാം. പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടി അത് വലിയ സ്റ്റിഗ്മയിലേക്കും ട്രോമയിലേക്കും വെറുതെ ഒന്ന് എഴുന്നേറ്റ് നിന്നും മിണ്ടിയില്ല എന്ന് പറയുമ്പോഴേക്കും ദേഷ്യപ്പെടുകയും ട്രോമയാണെന്നും സെൻറ്റിമെൻറ്റ്സ് അടിച്ചും ഡിപ്രഷൻ അടിച്ചും ആൻറ്റി സോഷ്യലായി നിൽക്കുന്ന നാട്ടിലാണ് വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ ഒരു ആബ്സെൻസ് ആണ് നല്ലതെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അത് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല, അത് ഓരോ വൾണറബിൾ കമ്മ്യൂണിറ്റിയും അങ്ങനെ ഒരു പ്രത്യേക പ്രായത്തിൽ അവരുടെ ഐഡൻറ്റിറ്റി വരുമ്പോൾ അവരുടെ സ്വാഭാവികമായ പ്രദേശത്ത് നിന്ന് മാറി നിൽക്കാൻ എല്ലാവരും അതിനകത്ത് വിജയിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ബോൾ കുത്തിപ്പോകുന്ന പോലെ ആ ഒരു വെലോസിറ്റിയിൽ നിന്ന് തെറിച്ചു പോയ ഒരാളാണ്. ആ തെറിച്ചു പോകുന്നതുകൊണ്ടുള്ള ഗുണം പിന്നീട് ഗ്രാജുവേഷനൊക്കെ ഉണ്ടാവുന്ന കാലത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളല്ലാതെ എന്നെ ഇമോഷണലി കണക്റ്റഡ് ആവുന്ന പലരും എൻ്റെ കൊടുക്കൽ വാങ്ങലുകളോ ബാക്കിയുള്ള കാര്യങ്ങളോ പലതും എന്ത് ചെയ്തിട്ടില്ല. ആ സർവൈവലുകൾ അവർക്കറിയാം, എന്നാൽ പോലും അതിനൊരു വലിയ ലെങ്ത് ഉണ്ട്. അതിനകത്ത് പ്രണയമുണ്ട്, വഴക്കുണ്ട്, ഈ പറയുന്ന പോലെ ലീഡർഷിപ്പ് ഉണ്ട്, നമ്മളെ പരിഗണിച്ചവരുണ്ട്, പരിഗണിക്കാത്തവരുണ്ട്. സ്ഥിരമായി നമ്മളോട് എല്ലാവരും മിണ്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ചൊരു കഥ അവിടെ പരന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കഥയായിരിക്കും ആളുകൾക്ക് കൂടുതൽ വിശ്വസിക്കാൻ ഇഷ്ടം. നമ്മളോട് മിണ്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത്രയേ ഉള്ളല്ലേ അല്ലെ ഇതാണെന്ന് നമ്മൾ തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ അതിജീവിച്ച് നിൽക്കുന്ന ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ നമുക്കൊരു തൊഴിൽ വേണം. കാരണം അവിടെ എനിക്ക് പ്രേമം ഉണ്ടാവും, എനിക്ക് കല്യാണം കഴിക്കുക എന്നുള്ളത് പേഴ്സണൽ ആങ്സൈറ്റി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സോഷ്യൽ എന്ന് പറയുന്ന ഒരു ബീയിങ് എന്നുള്ള നിലയ്ക്ക് എന്ത് തൊഴിൽ ചെയ്യണം. അവിടെയാണ് ഈ കണ്ണ് ഒരു കാഴ്ചൻ്റെ പ്രശ്നം. നമ്മളെ എടുക്കോ, റിസപ്ഷനിൽ ഇരിക്കാൻ പറ്റുമോ, എന്തിനൊരു ചായക്കടയിൽ നമ്മൾ ചായ എടുത്ത് കൊടുക്കാൻ പോയാൽ നമ്മൾ കൊടുക്കുന്ന ചായ ആളുകൾ കുടിക്കണം എന്നെന്താണ് നിർബന്ധം? ഇത് പകരുമെന്ന് പലർക്കും ഒരു വിചാരമുണ്ട്, ഇഷ്ടംപോലെ. അതായത് തൊടാൻ പേടി,
അയാൾ കുടിച്ച ഗ്ലാസ്സിൽ നിന്ന് ബാക്കി കുടിക്കാൻ, അല്ലെങ്കിൽ അയാൾ കുടിച്ച ഗ്ലാസ് കഴുകി വെച്ചാൽ പോലും അതെടുക്കാൻ പേടിയുള്ളവരുണ്ട്. പകരുന്നതിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? അത് ഈ ആളുകളുടെ അജ്ഞത ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ പ്രശ്നം. ഇപ്പൊ ഉദാഹരണത്തിന് ആൽബിനിസം ജന്മനാൽ ഈ മെലാനിൻ കണ്ടന്റ് ഇല്ലാത്തതാണ്, പിഗ്മെന്റ് ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ മറ്റൊരു ജനറ്റിക്കൽ കണ്ടീഷൻ ഉണ്ട്, വിറ്റിലിഗോ എന്നാണ് അതിന് പറയുന്നത്. അത് ഒരു മനുഷ്യൻ സാധാരണ പോലെ ജനിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ശരീരത്തിനകത്ത് ഈ പിഗ്മെന്റ് ഇല്ലാണ്ടാവാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വെള്ള ഏതോ കളർ വന്നിട്ട് ആ വെള്ള കളർ മാറ്റാൻ വേണ്ടി ആ വെള്ളയുടെ മുകളിൽ മാത്രമാണ് ഇവര് മനസ്സുകൊണ്ട്, അതുകൊണ്ടാണ് ഈ വെള്ള പാണ്ട് എന്ന് പറയുന്നത്. സത്യത്തിൽ കറുത്ത പാട് പോയതാണ്, കറുപ്പ് പോയതാണ്. പക്ഷെ എന്തായിട്ടാണ് അവർ അതിനെ കൺസിഡർ ചെയ്യുന്നത്? വെള്ള പടരുകയാണ്. അപ്പൊ ഇത്രയും ലോജിക്കലി ആയിട്ട് നമ്മൾ ഇത്രയും വലിയ ലിറ്ററസി ഉണ്ടായ നാട്ടിലാണ് ഈ ഇത്രയും വലിയ ഉൾട്ടിയടിക്കുന്ന വിശ്വാസം കൊണ്ട് നമ്മൾ കൊണ്ട് നടക്കുന്നത്. ആ സാധനം ആളുകൾക്ക് ലോജിക്കലി കറക്റ്റ് ആയാൽ പിന്നെ എവിടെയാണ് പടരാൻ വെള്ളമുള്ളത്? ഇന്നത്തെ കാലത്ത് ഈ കളർ ഡിസ്ക്രിമിനേഷൻ വളരെ വ്യാപകമായിട്ട് ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതായത് ഇപ്പോൾ കളർ മാത്രമല്ല, വണ്ണം വെക്കുക, മെലിഞ്ഞിട്ടിരിക്കുക, പല്ല് പൊന്തിയിരിക്കുക, ഇങ്ങനെ എല്ലാത്തിനും ആളുകൾക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് കുറ്റങ്ങളാണ്. അതുള്ള ആൾക്ക് അതുകൊണ്ട് ഒരു ഇൻസെക്യൂരിറ്റിയും ചിലപ്പോൾ ഉണ്ടാവില്ല, പറഞ്ഞത് ക്രിയേറ്റ് ചെയ്യും. മനുഷ്യർക്കൊരു സന്തോഷമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. സാറിന് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അതായത് മറ്റാളുകളുടെ ഇരകളാവാറുണ്ട് നമ്മൾ. അവരുടെ കാഴ്ചപ്പാടിലാണ് അത്തരം ചോദ്യങ്ങൾ വരിക. അപ്പൊ അത് പല പ്രായത്തിൽ പല രീതികളിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഈ പറഞ്ഞതുപോലെ കളറിനെ അഡ്രസ്സ് ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ വ്യക്തി ഇപ്പൊ കളിയാക്കുന്ന ആളെ പോലും നമ്മളൊന്ന് തിരിച്ചു കളിയാക്കിയാൽ അവരതിനകത്ത് പകയും ദേഷ്യമൊക്കെ കാണിക്കും. അതായത് ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരുപക്ഷെ സ്ത്രീകളാണ്. ഒരു ഉദാഹരണത്തിന് സ്ത്രീകളെ വാല്യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഉണ്ടോ എന്ന് വെച്ചാൽ പരസ്യമായി പലരും കാണിക്കും. ശരിക്കും അതുണ്ടോ എന്നുള്ളത് അനുഭവം കൊണ്ട് മാത്രം തിരിച്ചറിയേണ്ട കാര്യമാണ്. നമ്മൾ നടന്നു പോകാൻ നേരത്ത് ചേട്ടാ ഒന്ന് മാറി നിൽക്കോ എന്ന് പറഞ്ഞാൽ ഒന്ന് മാറി നിൽക്കടോ എന്നായി പോയാൽ അത്രയൊന്നും വേണമെന്നില്ല. അയാൾ അയാളുടേതായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ ആ തോൽവി പോലെ അയാൾ അതങ്ങ് എടുത്തിട്ട് നമ്മളതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ തലമുറകൾ വരെ പഴി ചാരുന്നത് പോലെ പുറകെ നടന്ന് ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും ഒക്കെ ഒരു ത്രട്ടൺ ചെയ്യുകയും അവരുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്ന ഇഷ്ടംപോലെ പണികൾ. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ഒരു കോമൺ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് സ്ത്രീകൾ അത് അനുഭവിക്കാത്ത സ്ത്രീകൾ ഉണ്ടാവത്തില്ല. കാരണം നമ്മളൊന്ന് ചിരിച്ചില്ലെങ്കിൽ, നമ്മളോട് പ്രണയം പറഞ്ഞത് നമ്മൾ നിരസിച്ചാൽ മുതൽ ഒക്കെ ഈ പറയുന്ന പല ആളുകളുടെ അവരുടെ ആജീവനാന്ത ശത്രുവായി നമ്മൾ പ്രതിഷ്ഠിക്കുകയും ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും ഇതിങ്ങനെ ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ നമുക്കിതൊക്കെ ഇതിനും മാത്രം ഇവിടെ ശത്രുക്കളെന്ന് തോന്നുന്ന പോലെയാണ് പോകുക. അതേപോലെ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ സായിപ്പ് മദാമ എന്നുള്ള രീതിയിലാണ് ഇതിനെ അഡ്രസ് ചെയ്യുക. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ കിട്ടി കുറെ കാര്യങ്ങളൊക്കെ മാറി വന്നിട്ടും ഇതിന് വലിയ വ്യത്യാസമില്ല. ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ സായിപ്പ് പോകുന്നു അങ്ങനെയൊക്കെ പറയും. അത് ആദ്യത്തെ ക്യൂരിയോസിറ്റി ഓക്കെയാണ്, കാരണം നമ്മൾ ഫോറിനേഴ്സിനെ ആ ഒരു രീതിയിൽ വിളിച്ച് ശീലിച്ചുകൊണ്ട്. പക്ഷെ അത് അല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവർ ആ രീതിയിൽ വിളിക്കുമ്പോൾ അവർക്കിടെ അസ്തിത്വം എന്ന് പറയുന്നത്, ഏത് മനുഷ്യരുടെ അസ്തിത്വം അവരുടെ പേരും ഒക്കെ. അതുകൊണ്ടാണ് പേര്, വീട്ടുപേര്, ഈ 3 അക്ഷരങ്ങൾ TPR, TRS, PKV, സ്ഥലപ്പേര് ചേർത്ത് പേരിനേക്കാൾ അപ്പുറം സ്ഥലപ്പേരും കൊണ്ട് വ്യക്തി അറിയപ്പെടും. ഇതൊക്കെ ഒരാളുടെ സോഷ്യൽ സ്റ്റെബിലിറ്റിന്റെ അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രെങ്തനിങ്ങിന്റെ ഭാഗമാണ്. ഈ പറയുന്ന ഇത്രയും വിസിബിലിറ്റി ഉള്ള ആൽബിനിസം ഉള്ള മനുഷ്യരെ ഇവിടെ നമ്മളെ പോലെ വിദ്യാഭ്യാസമുണ്ട്, പ്രബുദ്ധതയുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഇവിടത്തെ നേതാക്കന്മാരിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പബ്ലിസിറ്റി കിട്ടാൻ സാധ്യതയുള്ളത് ആർക്കായി. അതിനകത്ത് ഒരാളെങ്കിലും കാണുമല്ലോ. എവിടെയെങ്കിലും നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ, അതായത് കേരളം മുഴുവൻ അറിയുന്ന ഒരു ആൽബിനിസം ഉള്ള വിസിബിലിറ്റി ഉള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ നമുക്കില്ല. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കപ്പെടേണ്ട രീതിയിൽ അവരുടെ പലരുടെയും പേര് പോലും നമുക്കറിയില്ല. അവരെ നമ്മൾ ഫോണിലൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന സായിപ്പ്, അല്ലെങ്കിൽ പരസ്പരം പറയുമ്പോഴും ഇന്നയാളാ അല്ലെങ്കിൽ ഇന്നയാൾ. അപ്പോൾ മനഃപൂർവ്വം ചില ആളുകൾ ഇങ്ങനെ തന്നെ പറയുകയും അപ്പം അത് ഒരു ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് 10-25 വർഷത്തോളമായി ഈ സ്റ്റിഗ്മ ആളുകളിൽ മാറാൻ വേണ്ടി ഇത്തരം വിളികൾ
ചെറിയ പ്രായത്തിലെ മുതൽ വിളി വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് പോകെ ഒരിക്കലും ഒരു സോഷ്യൽ സ്പേസിലേക്ക് അവർക്ക് പോകാൻ തോന്നില്ല. ഇപ്പോൾ കൃത്യമായി പേര് പോലും ഇല്ലാതെ കളിയാക്കപ്പെടുന്ന ഒരാളോട് വേറൊരു പെൺകുട്ടിക്ക് സിമ്പതിയോ ഇഷ്ടമോ തോന്നിയാൽ പോലും ഈ പറയുന്ന സോഷ്യൽ സ്പേസ് കിട്ടാത്ത ഒരാൾക്ക് വേണ്ടി അവർ കടന്നു പോകുന്ന ഓരോ പ്രായത്തിലും എത്ര വരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇനി എങ്ങനെയുള്ള മനുഷ്യർ കല്യാണം കഴിച്ചാലും ആ പറയുന്ന സ്റ്റിഗ്മ ആർക്ക് കൂടി കൊടുക്കുകയാണ്? കല്യാണം കഴിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായ ആളുകളെ വരെ എന്ത് ചെയ്യും? പേടിപ്പിക്കും. അല്ലെങ്കിൽ ഒന്ന് നാണം കെടുത്തും, അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി കൊടുക്കത്തില്ല, ഇന്ന ആളുടെ ഭാര്യ, ഇനി അവർക്ക് കുട്ടികളുണ്ടായാലും അങ്ങനെ, കുട്ടി ഉണ്ടായില്ലെങ്കിലോ എന്ന് തുടങ്ങി ഈ പറയുന്ന പോലെ എനിക്ക് മാത്രമല്ല നമ്മൾ അറിയുന്ന പല ആളുകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളിലൂടെയാണ് പോവുക. അപ്പം അതുകൊണ്ട് അത്തരം വിളികൾ ഒഴിവാക്കിക്കാനുള്ള ശ്രമങ്ങൾ, കാരണം ഈ കളർ ഡിസ്ക്രിമിനേഷൻ്റെ വന്നു കഴിഞ്ഞാൽ എടുക്കുന്ന നിയമപരമായ അട്രോസിറ്റി ആക്ട് പ്രകാരം തന്നെ എന്ത് ചെയ്യേണ്ടതാണ്? ഞങ്ങളെപ്പോലുള്ള ആളുകളെ സായിപ്പേ മദാമേ എന്ന് വിളിച്ചാൽ അത് കളർ ഡിസ്ക്രിമിനേഷൻ ആണെന്നും അത് സോഷ്യൽ വയലേഷൻ ആണെന്നും ഒരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാവുകയോ ഈ പറയുന്ന നിയമത്തിൽ അതുകൂടി വന്നാൽ മാത്രം. പക്ഷെ നമ്മളിങ്ങനെയുള്ള മനഃപൂർവ്വം നമ്മളെ കളിയാക്കിയും പല പ്രശ്നങ്ങളുണ്ടാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ കേസ്, പല ആൾക്കാരും ഇങ്ങനെയുള്ള ഇഷ്യൂസിൻ്റെ പേരിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്തരം ആളുകളെ കടന്നാക്രമിക്കുന്നു, പ്രണയത്തിൻ്റെ പേരിൽ വഴക്കുണ്ട്, അങ്ങനെ പലതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവർ ആദ്യമായിട്ട് ആ സാഹിബൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഈ പരാതി പറയാൻ ചെന്നവനാരായി. അതിനപ്പുറത്തേക്ക് അവർ പറയുന്നത് വളരെ നിസ്സാരമായിട്ട്, എടോ നിങ്ങളെ കണ്ടാൽ അങ്ങനെ തോന്നും, ഈ കളറൊക്കെ കുറഞ്ഞിരിക്കുന്നതാണ് ആൾക്കാരുടെ പ്രശ്നം, കളറൊക്കെ കൂടിയപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്, കളർ കൂടിയില്ലത്ര കുഴപ്പമുണ്ട്, ഞാനൊക്കെ വെളുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാം. അതായത് കൃത്യമായ സോഷ്യൽ സ്റ്റിഗ്മ അനുഭവിച്ച് അതിൻ്റെ പീക്കസ്റ്റ് മൊമെന്റിൽ ഇരുന്ന് ഈ വെയിലും കൂടി കൊണ്ട് അത്രയും സെൻസിറ്റീവായി ഫിസിക്കലി, ഇമോഷണലി ആൻഡ് സോഷ്യലി നിൽക്കുന്ന ആളുകളോട് ഇവർ പറയുന്നത് പോലും, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ പോലും അത് എത്രത്തോളം ഭീകരമായിരിക്കും. ഇപ്പം നിങ്ങളെ ഒന്ന് മറ്റേ ചൂടുവെള്ളത്തിൽ പൊള്ളിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയണേ എനിക്ക് പൊള്ളലൊന്നും എടുക്കണില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യുമായിരിക്കും? അപ്പോൾ അതുപോലെ അപ്പം അതുകൊണ്ട് എന്ത് വേണം? ഈ സോഷ്യൽ ഐഡന്റിറ്റി തിരിച്ചു കിട്ടാൻ അതുപോലെ നിയമങ്ങൾ വേണം. ഇപ്പം ഈ ആൽബിനിസം എന്ന് പറയുന്ന സാധനത്തിന്റെ പോളിസി വേണം എന്ന് പറയുന്നതിന്റെ കാരണം അതിനകത്ത് നിയമപരമായി വരെ പരിരക്ഷിക്കപ്പെടണം. ഒന്ന്, അതിനു വേണ്ടി വരുന്ന ഇതിങ്ങനെ അങ്ങനെ അതാണ് അതിൻ്റെ ഒരു രീതി. സ്കൂളിലെ ഇത്തരം ഇതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ സായിപ്പേ മദാമേ വിളികൾ നിർത്താൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ കുറെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ജെൻഡർ തിരിച്ച് അവിടെ ആണിന്റെ പടം കൊടുത്തില്ല, ഇവിടെ പെണ്ണിന്റെ പടം കൊടുത്തില്ല, അടുക്കളയിൽ ആണ് തേങ്ങ ചിരവിയില്ല, കറുത്ത കൊച്ചിനെ അഗ്ലി എന്ന് പറഞ്ഞ് കാണിച്ചു. ഇതൊക്കെ വരെ നിന്നിട്ടും ഇന്ന് വരെ നമ്മുടെ ഒരു പാഠപുസ്തകങ്ങളിലും ആൽബിനിസത്തിനെ അഡ്രസ് ചെയ്തിട്ടില്ല. 1,00,000 ഒരാള് ആൽബിനിസം ഉള്ളവരായി ജനിക്കുന്നു എന്നാണ് ഒരു വേൾഡ് വൈഡ് കണക്ക് നിൽക്കുന്നത്. കേരളത്തിന്റെ കണക്കറിയണമെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡോക്യുമെന്റേഷൻ നടക്കണം. അതുകൊണ്ട് നമുക്ക് ഇത്ര ആളെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ആവശ്യത്തിലധികം ആളുകളുണ്ട്. അത്ര ചെറിയ നമ്പർ ഒന്നുമല്ല. അവർക്ക് പരസ്പരം കാണാനോ കേൾക്കാനോ കൂടിച്ചേരാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതുണ്ടായിരുന്നെങ്കിൽ എന്തുണ്ടായേനെ? ഇതൊന്നും നമ്മുടെ എഡ്യൂക്കേഷനിൽ, അപ്പോൾ ഒരു പാഠപുസ്തകത്തിൽ എത്രയോ ആളുകളുടെ കഥകൾ, ജെൻഡർ മനസ്സിലാക്കാനൊക്കെ കഥകളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. പിന്നെ പോട്ടെ, പാഠപുസ്തകത്തിനൊക്കെ അതിന്റെ കരിക്കുലം കമ്മിറ്റി മുതൽ കുറേ ഉണ്ട്. ബാലരമയിലോ മറ്റേ ഇങ്ങോട്ട് മുതലുള്ള കളിപ്പുസ്തകങ്ങളിലോ അല്ലാത്ത സ്ഥലങ്ങളിലോ ഒരു സാധാരണ നോവലുകളിലോ എവിടെയും ഇത്തരം ആളുകളെ അഡ്രസ്സ് ചെയ്യുന്ന നമ്മൾ മറ്റേ പുരാണ ഇതിഹാസം മുതൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഉള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? ആൽബിനിസമുള്ള ഒരു കഥാപാത്രം എവിടെയെങ്കിലും വന്ന്, ഇപ്പൊ പാണ്ഡുവിന്റെ കാര്യം പറയുന്നുണ്ട്, പക്ഷെ അതും ഇത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. അല്ലാണ്ട് ആൽബിനിസത്തെ മനുഷ്യൻ എന്നാ ഇത് ഈ കുറച്ച് കാലത്തിന് ശേഷം പെട്ടെന്നുണ്ടായതല്ല ആൽബിനോസ്. ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടായി അതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന കാലഘട്ടങ്ങളിൽ തന്നെ തുടക്കകാലം മുതലേ എന്തുണ്ട്, കുറെ അന്ധവിശ്വാസങ്ങളൊക്കെ ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ലേ? അതായത് ഇത്രയും വെളുത്ത ആളുകളെ കാണുമ്പോൾ ചെകുത്താനാണ്, പിശാശാണ്. അത് ഓരോ നാട്ടിലും ഓരോന്നാണ്. ഇപ്പോ ആഫ്രിക്കയില് ഇവരുടെ നേരെ 2 തരം പ്രധാന അന്ധവിശ്വാസങ്ങളാണുള്ളത്. ഒന്ന്, കുറച്ചു പേര് ഇതിന് ചെകുത്താനാണെന്ന് വിചാരിക്കും, കുറച്ചു പേര് ഇവര് മറ്റേ ദൈവത്തിന്റെ ഇതാണെന്ന് വിചാരിക്കും. ചെകുത്താനന്റെ സംഭവമാണെന്നുള്ളതുകൊണ്ട് ഇവര് മറ്റേ ഈ ലുട്ടാപ്പീനൊക്കെ കൊണ്ടു നടക്കുന്ന പോലെ ആഭിചാര ക്രിയകൾക്ക് എന്ത് ചെയ്യും, ഇവരെ കൊണ്ടുപോകും. ഇവരെ പല രീതികൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ദൈവത്തിന്റെ രീതികളായിട്ട് ഒരു പ്രത്യേക എന്തോ ശേഷിയുള്ളവരാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇത്തരം ആളുകളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എയ്ഡ്സ് ഉണ്ടാവില്ല,
ഓ എന്ന് വിചാരിച്ച് ഇവർ അത്ര ആളുകൾ എത്രയോ സ്ഥലങ്ങളിൽ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചിലർ ഇവരുടെ മാംസം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പല ഓരോ രാജ്യങ്ങളിലാണ്. അപ്പം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങളും മിത്തുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം അവിടെയാണ് ഇത് സർപ്പകോപമാണ്, ഇത് മറ്റേ വെയിൽ കൊണ്ടാൽ കറുക്കും, ശരീരത്തിനകത്ത് ഒരു മെലാനിൻ ഹോർമോൺ പോലും നമുക്ക് വേറൊരു രീതിയിൽ അഡീഷണലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് കളർ പിഗ്മെന്റ് ബൈ ബർത്ത് ഇല്ലാത്ത ആളുകളെ വെയിൽ കൊണ്ട് കറക്കും എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഒപ്പം ഈ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വെയിൽ കൊണ്ട് ചൂട് ശരീരമൊക്കെ ഒന്ന് ചുവന്ന് തുടുത്ത് വരുമ്പോൾ നേരെ ഐസ് വയ്ക്കാൻ പറയും. അത് ഹെൽത്തിനെ അറിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഐസ് കെട്ട നോർമലി നമ്മുടെ കയ്യിൽ പിടിച്ചാൽ എത്ര നേരം പിടിക്കാൻ പറ്റും? നിസ്സാര സമയം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ട് ഐസ് കെട്ട് എറിഞ്ഞു കളയുന്നത്? തണുത്തിട്ടല്ല, തണുപ്പ് കൂടി പൊള്ളിയിട്ടാണ്. ഒരു മരവിപ്പ് പോലെ വരും. അത് കുറച്ചു നേരം വെച്ചാൽ അതിനും ഒരു പൊള്ളൽ തന്നെയാണ്. അപ്പൊ ഇത്രയും പൊള്ളി നിൽക്കുന്ന മനുഷ്യനോട് ഐസ് കെട്ട വെക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഉള്ളിലുള്ള വെള്ളം വരെ പുറത്തു പോയി നിൽക്കുന്ന സമയമാണ്, ഡീഹൈഡ്രേറ്റഡ് അങ്ങേയറ്റമാണ്. ആ സമയത്ത് ഉപ്പ് കലക്കി ഒരു നാരങ്ങ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ക്ഷീണം മാറ്റാനാണ്. അതിലും കാരണം ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണകൾ ഇല്ലാത്തതുകൊണ്ട്, അത് ഇവരാരും ഉള്ളതിൽ മനുഷ്യത്വപരമായി പെരുമാറുന്ന ആൾക്കാരാണ് ഈ വെള്ളം കൊടുക്കലൊക്കെ. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലാത്തത് കൊണ്ട് ആ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് സൺബേണിന്റെ എഫക്റ്റിൽ നിൽക്കുന്ന ആൾക്ക് ഉപ്പിട്ട് നല്ലൊരു നാരങ്ങ വെള്ളം കൊടുത്താൽ സത്യത്തിൽ അയാൾക്ക് എന്താ സംഭവിക്കുക? സോ ഇതിൻ്റെ അകത്തുനിന്ന് തുടങ്ങുന്നതാണ് ഈ അറിവില്ലായ്മ ഒക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് തുടങ്ങി സർപ്പകോപമാണെന്ന് പറയുക, ഇത് പടരുമെന്ന് പറയുക, ഇത് ദൈവത്തിന്റെ അല്ലെങ്കിൽ ചെകുത്താന്റെ സാധനമാണെന്ന് പറയുക. ഈ പണ്ടൊക്കെ നമുക്ക് അന്ധവിശ്വാസത്തിനെയും അല്ലാത്തതിനൊക്കെ തിരിച്ചറിയാൻ കുറച്ചുകൂടി പറ്റുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. എല്ലാവരും പുറത്ത് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. പുറത്തുനിന്ന് നമുക്കങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാവില്ല. അതായത് വിശ്വാസം കൊണ്ടാണോ അവിശ്വാസം കൊണ്ടാണോ ഇവർ നമ്മളെ കാണുന്നതെന്ന് പോലും നമുക്കറിയില്ല. അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പോലും നമുക്ക് അത്ര കൺവിൻസിങ് അല്ല. അത് പോകെ പോകെ മാത്രമേ. ഇപ്പൊ എൻ്റെ അടുത്ത് ആൽബിനിസം എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ അവയർനെസ് കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വന്ന ആൾക്കാരും ഉണ്ട്, ഭയങ്കരമായിട്ട് എതിർക്കാൻ വന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ ഈ രണ്ടാളുകളെയും ഒരേപോലെ രണ്ട് സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. അവർക്ക് മുമ്പിൽ അക്കാഡമിക് റെലവൻസ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യാനുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ ഈ ഓരോ ആളുകൾ ഇപ്പൊ സിമ്പത്തറ്റിക് ആയി ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ഇവർക്ക് കിട്ടേണ്ട സഹായം അല്ലെങ്കിൽ ഇവർക്ക് കിട്ടേണ്ട പരിഗണന എന്ന് പറയുന്ന സാധനം ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുക, അതിന് ഗവൺമെന്റ് പോളിസികളിൽ ഇതിനകത്ത് പെടുത്തുക. അപ്പോൾ ഇവരുടെ സ്റ്റിഗ്മകൾ മാറും, ഇൻക്ലൂസീവ്നെസ് ഉണ്ടാവും, കണ്ണിനും സ്കിന്നിനും വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കിട്ടുക, ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കാൻ ആൾക്കാർ കൂട്ടുനിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ തന്നെ പരിഗണിക്കപ്പെടണം എന്ന് നിർബന്ധമില്ല. ഇപ്പം പലരും എന്നോട് പറയാറുണ്ട്, നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്ക്, നിങ്ങൾ അങ്ങനെ സമരം ചെയ്ത് നേട്, ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നടക്കുമോ? അങ്ങനെയൊന്നുമല്ല. ഇവിടെ പൊതുവായി നടക്കും. ഇപ്പൊ ഇവിടെ ഒരു ക്ലൈമറ്റ് ഡിസ്കഷൻ, അതാ ഞാൻ പറഞ്ഞത്, ക്ലൈമറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഈ ആൽബിനിസം പറയാൻ പറ്റും. അല്ലാണ്ട് ഈ ആൽബിനിസം എന്ന് പറയുന്നത് ആൽബിനിസം ഉള്ള കുറെ ആൾക്കാർ പറയേണ്ട വിഷയമൊന്നുമല്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, നാളെ നമ്മൾ ആര് കല്യാണം കഴിച്ചാലും ഈ ചാൻസ് ഇസ് ദയർ. ഇപ്പം എനിക്കിത് വന്നുകൊണ്ട് ഞാൻ സംസാരിക്കണു എന്ന് എനിക്കോ കാണുന്ന ആളുകൾക്കോ തോന്നിയാൽ നാളെ അവർക്ക് സംഭവിക്കുമ്പോൾ അവരോ മക്കളോ അവരോ മാത്രം സംസാരിക്കേണ്ടതായിട്ട് വരും. കാരണം ഇതൊരു രോഗമല്ല, ഇതൊരു കണ്ടീഷനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ ഇവരെ സൊസൈറ്റിയുടെ ഭാഗമായി നിർത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളൂ. ഇവർക്ക് മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്താം, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. കാരണം ക്ലൈമറ്റ് ഒക്കെ ഇത്രയും വലിയ ഡിഫറൻസിൽ നിൽക്കുന്ന സമയത്ത് ഇവരുടെ സർവൈവലൊക്കെ ബുദ്ധിമുട്ടാണ്, സോഷ്യലൈസേഷൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സർവേ പോലും കൃത്യമായി നടക്കാത്തടത്ത് ഏത് ഗവേഷണം നടക്കാനാണ് സാധ്യത? സാറിന്റെ കുട്ടിക്കാലമൊക്കെ അങ്ങനെയായിരുന്നു? അതായത് ഈ കുഞ്ഞിലെ കളിയാക്കലുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ? കുറേ ഉണ്ട്. അതിൽ പക്ഷേ ഞങ്ങളെപ്പോലുള്ള എല്ലാ ആളുകൾക്കും ഏകദേശം സെയിം തന്നെയായിരിക്കും. കാരണം ഒന്ന്, ഓരോ പ്രായത്തിലും വീടിനകത്തുനിന്നോ പുറത്തുനിന്നോ സ്കൂളിൽ നിന്നോ ഒക്കെ കിട്ടുമ്പോൾ സ്കൂളിൽ പോകാതിരിക്കാനുള്ള ഇത്, ഫംഗ്ഷന് പോകാൻ പറ്റാതിരിക്കുക, അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് രസകരമായിട്ട് തോന്നുന്ന രീതിയിൽ ഞാനത് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു പ്രായം നെഞ്ചത്തടിച്ച് കരഞ്ഞു പറയേണ്ട ഒരു സാധനമല്ല. നമ്മള്
വ്യത്യസ്തനാണ് അല്ലെങ്കിൽ കാശ് കൊണ്ട് ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ കുറേ സമയമെടുക്കും. അപ്പോൾ എനിക്ക് പൂച്ചയെ ആക്ച്വലി പേടിയാണ്. സോറി, പൂച്ചേനെ പേടിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ പൂച്ചേനെ പേടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അതുപോലെ തന്നെ കണ്ണാടി നോക്കാൻ കുഞ്ഞു പ്രായത്തിൽ പേടിയാണ്. കാരണം കണ്ണാടിയിൽ കാണുന്നത് ഞാൻ എൻ്റെ രൂപമാണ്. അത് പേടിയായിരുന്നു. പേടിയാവുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ നിങ്ങളെ കാണുകയാണ്. ഇപ്പം എൻ്റെ ചെറുപ്പകാലത്തെ സുഹൃത്താണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങളിലൂടെയാണ് കാണുന്നുള്ളൂ. അല്ലാണ്ട് ഈ കളറൊക്കെ സെൻസ് ചെയ്ത് ഇത് നിങ്ങളും ഇത് ഞാനും ആണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പുള്ള ഒരു ടൈമാണ്. നമ്മൾ കുട്ടികൾ കണ്ണാടിയൊക്കെ നോക്കി നോക്കുമ്പോൾ എനിക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ അല്ല കാണുന്നത്. ഞാൻ ടു ബി ഡിഫറെൻ്റ് ആണ്. ആ തുടക്കമാണ്. അപ്പോൾ നമുക്കിത് എൻ്റെ തന്നെ ഇമേജ് ആണോ എന്ന് എനിക്ക് തിരിച്ചറിയണം. അതൊന്നും അല്ല ആ സമയത്ത്. ഇതുപോലെ എനിക്ക് അന്ന് ഒരു കാര്യത്തിനെ കൂടി പേടിയായിരുന്നു, അപ്പൂപ്പൻ നാടീനെ. ഇത് 3 ഒരേ കളറാണ്. പക്ഷേ നമ്മളുടെ വളർച്ചയോ നമ്മുടെ വീടോ ഒക്കെ അനുസരിച്ച് അവർക്ക് ഇത് മനസ്സിലാക്കി വരുന്നതിനനുസരിച്ച് അവർ ഇതിനൊക്കെ സർവൈവ് ചെയ്യിപ്പിച്ചു തന്നിട്ടുണ്ട്. സാറിൻ്റെ പാരൻസും ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ സപ്പോർട്ടായിരുന്നോ എല്ലാ കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ അവരും ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? നമുക്ക് എപ്പോഴും ജീവിതത്തിൽ സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടാവും, അല്ലാത്തൊരു ഷെയ്ഡും കാണും. എവിടെയാണോ പ്രോബ്ലം ഉണ്ടാവുന്നത് അവിടെയാണ് ഈ നല്ല മനുഷ്യരുടെ എക്സിസ്റ്റൻസ് വരിക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പ്രത്യേകിച്ച് വ്യത്യസ്തതകളുടെ ഷെയ്ഡില്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു അച്ഛനും അമ്മയ്ക്കുമാണ് ഞാൻ ജനിച്ചതെന്നുള്ളത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജാണ്. പക്ഷേ ഇപ്പോഴും ഞാനടക്കമുള്ള ആൾക്കാർ മുതിർന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ അധികം യാത്ര ചെയ്യാൻ ഈ കണ്ണിൻ്റെ കാഴ്ചയും ബാക്കിയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് പ്രായമാകുമ്പോൾ അവർക്ക് വേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് അവിടെ കൊണ്ടുപോകണം ഇവിടെ കൊണ്ടുപോകണം എന്നൊക്കെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളെല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ ചെറിയ പ്രായത്തിൽ എന്ത് കിട്ടുന്നു അങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടുകയാണ്. എന്നാൽ എൻ്റെ അച്ഛനമ്മയും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയും ബുദ്ധിമുട്ടൊക്കെ കാണിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കില്ല, ഞാൻ ഇങ്ങനത്തെ ഒരു പേഴ്സൺ ആയിട്ടല്ല ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ അത് അങ്ങനെ വന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് വരുമ്പോൾ അവിടെ അറിവുള്ളവരും അല്ലാത്തവരും സമപ്രായക്കാരും നല്ലതും ചീത്തയുമായ കാര്യങ്ങളുണ്ടെങ്കിലും അവിടെ ഒക്കെ എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, എന്നെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ആളുകളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ഓടിക്കയറി വന്നൊന്നുമല്ല, എന്നെ വലിച്ചുകൊണ്ട് പോയ കുറേ മനുഷ്യരുണ്ട്. അത് എല്ലാ പ്രായത്തിലും നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് ഇപ്പം എൻ്റെ പ്രത്യേകതയാണോ എന്നറിയത്തില്ല, പലപ്പോഴും നമ്മൾ സംഭവിച്ചു പോയ ചീത്ത കാര്യങ്ങൾ നമ്മളങ്ങ് മറന്നു കളയും. റോക്കറ്റ് പോണ പോലെയാണ്. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ ആവശ്യമില്ല. 5ാം ക്ലാസ്സിൽ വന്ന ഒരു വിഷമം 5ാം ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കതൊരു രസകരമായ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ അതൊരു പറയാനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലുമായി എനിക്ക് അങ്ങനെ തോന്നാറില്ല. പക്ഷെ നമ്മളിത് പറയുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ അധ്യാപകരെ മാറ്റി നിർത്തിയിട്ടുണ്ട്, കുട്ടികൾ മാറ്റി നിർത്തിയിട്ടുണ്ട്, നാട്ടുകാർ പോകുമ്പോൾ കളിയാക്കാറുണ്ട്, കൂവാറുണ്ട്, എന്തെങ്കിലും വെച്ച് എറിയാറുണ്ട്, പിടിച്ചു നിർത്താറുണ്ട്, പിടിച്ചു നിർത്തിയൊരു കാഴ്ച ഇതൊക്കെ ഉള്ള പോലെ അങ്ങനെ പറഞ്ഞ് നമുക്ക് പേടിപ്പിക്കാൻ പറ്റത്തില്ല. മീൻസ് അതൊരു ചെറിയ വിഭാഗം ആളുകളാണ്. ഇപ്പൊ ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആളുകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇവരില്ലായ്മയും അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോയിസം കാണിക്കാൻ വേണ്ടി ഇപ്പോൾ അത് ഓരോരുത്തരുടെ ഇപ്പോൾ കാശും അധികാരവും ഈ പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഈ വിഭാഗത്തോട് മാത്രമല്ല, സ്ത്രീകളോടും അല്ലെങ്കിൽ മറ്റ് വൾണറബിൾ കമ്മ്യൂണിറ്റീസിനോടും ഒക്കെ നേരിടുന്ന യഥാർത്ഥത്തിലുള്ള പ്രശ്നം എല്ലാ നാട്ടിലും ഇങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധരുടെ എര അവരുമായിട്ടുണ്ട്. ഒപ്പം ആ 10 ഇരകളിലെ ഒരകൾ ഞങ്ങളുമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനു വേണ്ടി മാത്രമായി ഒരു ഇതൊന്നുമില്ല. പക്ഷെ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾക്കാണ് അതിന്റെ വലിപ്പം അറിയാം. അതിനെ സർവൈവ് ചെയ്ത് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. ഈവൻ നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റി പോലും ഒരു കാലം വരെ ഒളിച്ചു വെച്ചിട്ടുള്ള ആളുകൾ പിന്നീട് അവരുടെ ജെൻഡർ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വരെയുള്ള അവരുടെ സ്റ്റിഗ്മയും ട്രോമകളും അതിന്റെ ഒരു സർവൈവലിനെ കുറിച്ചൊക്കെ പറയുന്നൊരു നാടാണ്, പറഞ്ഞിട്ടുള്ള നാടാണ്. പക്ഷെ ഇത് നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം അത് ഓരോ കാലത്തിലും അനുഭവങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അത് അതേ അനുഭവങ്ങൾ പോലെ തന്നെ അവിടെ നിന്ന് എന്തുകൂടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മളെ ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നിൽക്കുന്ന ഞാൻ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ എനിക്ക് പറയാൻ പറ്റാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഇൻസിഡൻറ്റുകളും
ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കൂടി അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഓക്കെ. ഇപ്പം ഞാൻ എൻ്റെ ഒരു കോളേജ് സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ പറഞ്ഞാൽ, അതിൻ്റെ അകത്തൊരു പ്രണയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമോ പറഞ്ഞാൽ അത് വേറൊരാളുടെ കൂടി പ്രൈവസിയാണ്. നമ്മളതിന് ഒരു എന്താ പറയുക, ഒരു പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് കേൾക്കുന്ന ആളുകളുടെ സാമൂഹ്യ ബോധം അനുസരിച്ച് ഇനി ഇത് പേഴ്സണലി റിവഞ്ചിന് വേണ്ടി പറയുന്നതാണോ, ഇനി ഇത് പറഞ്ഞ് നാളെ എൻ്റെ പേര് പറയൂ, ഇവരെ അങ്ങനെ പറയൂ, എങ്ങനെയൊക്കെ. കാരണം അത് ഞാൻ തന്നെ വേണ്ട, വേറെ ഏത് ആൾക്കാരാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ആൽബനിസം വർത്തമാനങ്ങൾ പറയുമ്പോൾ നമ്മളോ ദ്രോഹിച്ച ഒരു മനുഷ്യരുടെയും പേരുകൾ പറയാൻ നമുക്ക് ഒരു താല്പര്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അക്കാഡമിക്കലി നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ മനസ്സിലാക്കി എടുക്കാനുള്ള ശ്രമം മാത്രമേ ഉള്ളൂ. അത് വ്യക്തിയെ മനസ്സിലാക്കിയില്ലെങ്കിലും ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണം, ഹ്യൂമാനിറ്റീനോട് കൂടി കൺസിഡർ ചെയ്ത് മിണ്ടണം എന്നുള്ളത്. അപ്പം എൻ്റെ കഥയായിരിക്കണം എന്നില്ല വേറൊരാളുടെ കഥ. അപ്പം കഥയിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റോറീസ് മതി. പക്ഷെ അത്തരം സ്റ്റോറികളാണ് കഴിഞ്ഞ തവണ വേനൽ കൂടിയ സമയത്ത് കുറച്ച് മാധ്യമ പ്രവർത്തകർ ആളുകൾക്ക് ഡൈജസ്റ്റീവ് ആവുന്ന പേഴ്സണൽ സ്റ്റോറീസ്, ഇപ്പം എനിക്ക് വെയിൽ കൊണ്ട് കഴിഞ്ഞ തവണ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ എന്നെ സ്റ്റോറി ആക്കിക്കൊണ്ട് പറഞ്ഞാണ് ആൽബനിസത്തെ കുറച്ചധികം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയത്. പക്ഷെ അത് വാർത്തകളിലെ ഒരു ചെറിയ ടൈം സ്റ്റോറിക്ക് അപ്പുറത്തേക്ക് ഇപ്പോഴും ഒരു ചാനലിന്, ഒരു മെയിൻ ചാനലിൻ്റെയും ഒരു ഡെസ്കിൽ ഒരു ചർച്ചയ്ക്കും ഇത് വന്നിട്ടില്ല. ജനിച്ചതിനും മരിച്ചതിനും ജീവിക്കുന്നതിനും കണക്കില്ലാത്ത ഒരു വിഭാഗത്തെക്കുറിച്ച് വേനൽ വരുന്ന സമയത്ത്, ക്ലൈമറ്റ് കണ്ടീഷനെ കുറിച്ച് ഇഷ്ടം പോലെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത്, സോഷ്യലിയും ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ ഹാംഫുൾനെസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇനി ഇതൊക്കെ ചാൻസ് ഉണ്ടായിട്ടും ഇതിന് ഒരു റെലവൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു സ്ഥലത്തേക്ക് ഇത് വന്നിട്ടില്ല. അപ്പൊ അതിന് ഒന്നുകിൽ ആളുകളുടെ അജ്ഞത കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ നിലവിലൊരു സിസ്റ്റം വെച്ചിട്ട് ഇതൊരു വലിയ, ഇപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് ഇതിന് തീ കൊളുത്തി ആത്മഹത്യ, അതൊരു വാർത്തയാണ്. കാരണം ഇപ്പോ അറ്റൻഷൻ സീക്കിങ്ങിന് പല വഴികളും നേടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആൽബനിസം പോലുള്ള ഒരു കാര്യം നമ്മൾ പറയാൻ ശ്രമിച്ചിട്ട് അതിനൊരു അഗ്രസീവ് മോഡ് വന്നാൽ വ്യക്തിക്ക് ചർച്ച പോകത്തുള്ളൂ. എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ അറിയുന്നവരും എന്നെ അറിയാത്തവരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പൊ അത് എവിടെ ചെന്ന് തീരും? ആ ഒരു വ്യക്തിന്റെ അകത്തെ ഒരു പ്രൊജക്ഷനിൽ അത് തുടങ്ങുകയും തീരുകയും ചെയ്യും. കഴിഞ്ഞ തവണ എന്നെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് കുറച്ച് വർത്തമാനങ്ങൾക്ക് തുടക്കം വെക്കാൻ പറ്റി. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ മിണ്ടുന്ന ആളാണെന്നും നമ്മൾ കാരണം കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും വന്നു. പക്ഷെ ഈ തവണ ഇത്രയും വെയിലുണ്ടായിട്ടും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് പോലൊരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിസിബിലിറ്റീനെ അല്ലല്ലോ നമ്മളിവിടെ പൊതുവെ അഡ്രസ്സ് ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് ഒരു സ്റ്റോറി പറയാനോ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു സ്റ്റോറി ആകാനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ വേനൽ വന്നപ്പോ ഈ മുമ്പ് ചെയ്തിരുന്നവരും നമ്മൾ അറിയുന്നവരും ഒരുപാട് പേര് എന്ത് ചെയ്തു, ഈ ചോദിച്ചു വേടാ നമുക്ക് ഒരു സ്റ്റോറി കൂടി ചെയ്യണം, ആളുകൾ മറന്നുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പൊ വേറെ വ്യക്തികളുടെ പേര് തരൂ, നമ്പർ തരൂ. പക്ഷെ അവർക്കും അവരുടെ പ്രൈവസീനെ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായി ഫോക്കസ് ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടാത്തവരെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായി അല്ലാതെ എനിക്ക് ഇപ്പോൾ ഞാൻ ഈ പോഡ്കാസ്റ്റിൽ വന്ന് ഇരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് എനിക്ക് എന്നെ പ്രസന്റ് ചെയ്യാനുള്ള വേദിയല്ല. ഞാനെന്ന് പറയുന്ന ആൽബനിസത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനും പറയാനുണ്ട്. കാരണം ഇതൊരു കേൾവിന്റെ കൂടി സങ്കേതമാണ്. കാരണം ഇനി വരാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും പവർഫുൾ കമ്മ്യൂണിക്കേറ്റീവ് വെപ്പൺ എന്ന് പറയാവുന്ന ഒരു സാധനമാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റ്, ഇങ്ങനെ ഒരു ഷോ പോലത്തെ ഒരു സാധനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മനുഷ്യരുണ്ടാവും. ആ കേൾക്കുന്ന മനുഷ്യരും വേറെ ആൽബിനോസിനെ കണ്ടവരുണ്ടാവാം, കേട്ടവരുണ്ടാവാം, കണ്ടിട്ടും ഇണ്ടാത്തവരുണ്ടാവാം, കുടുംബത്തിലുള്ളവരുണ്ടാവാം. അവരൊക്കെ സായിപ്പേ മദാമേ വിളികൾ നിർത്തുകയും അവരുടെ ഫോണിൽ അവരുടെ കൃത്യമായ പേരുകൾ സേവ് ചെയ്ത് വെക്കുകയും അത്തരം ആളുകളെ കുറിച്ച് പറയേണ്ടത് അവരെ അല്ല, ഈ ചൂടൊക്കെ കൂടുന്ന സമയത്തും അവരെ കൂടി ഒക്കെ ഓർക്കാനുള്ള ഒരു സാധ്യത ഈ പറയുന്നത്. അവർക്കൊക്കെ 100,000 പ്രശ്നം, എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ ഞാൻ മനസ്സിലാക്കിയത്, ഒരാൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ വന്നാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? കാരണം
ഒരാളുടെ വീട്ടിലേക്ക് പേഴ്സണലി നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഇന്ന ആൾ അത് ചെയ്യോ എന്ന് പറയുമ്പോഴാണ് പേഴ്സണലി മറ്റുള്ളവർക്ക് ഒരുപാട് സ്ട്രഗിൾ വരുന്നുള്ളൂ. പക്ഷെ ഇത്തരം മനുഷ്യരോട് കുറച്ച് കൺസിഡറേഷൻ കാണിക്കണമെന്നും ഈ ആൽബനിസംകാർ മാത്രമല്ല പറയേണ്ടതെന്നും അവർ സമരം ചെയ്തിട്ടല്ല ഈ വിഷയം പറയേണ്ടതെന്നും അത്യാവശ്യം ബുദ്ധിയും ബോധവുമുള്ള ആളുകൾക്ക് ഏറ്റെടുക്കാവുന്ന പറയാവുന്ന വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇവരൊരു വൾണറബിൾ കമ്മ്യൂണിറ്റി ആയിട്ട് ഈ കൂട്ടാനും കുഴയ്ക്കാനും ഒന്നും നിൽക്കാതെ ഇപ്പൊ ഒരു ചാനല് ഇപ്പൊ നമ്മളിത് കേട്ടോണ്ടിരിക്കുന്ന ആളുകളിൽ ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ ഒരുപാട് ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്. മീൻസ് കൾച്ചറൽ ഫെസ്റ്റ്, ലിറ്ററേച്ചർ ഫെസ്റ്റ്, കുറെ ഫെസ്റ്റുകളുണ്ട്. ഇതെല്ലാം ഓരോ വിഷയങ്ങളെ തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത്. ഇത്രയും വെയിൽ കൂടിയിട്ടും ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ഫെസ്റ്റിലും അവിടെയൊക്കെ ക്ലൈമറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ക്ലൈമറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നുള്ള ഹോട്ട് ടോപ്പിക്കുകൾ ഒരെണ്ണമാണ്. അതുകൊണ്ട് ക്ലൈമറ്റ് വരെ ചെയ്യും. എന്നാൽ ഈ ക്ലൈമറ്റ് അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഒരു ഹ്യൂമൻ ഗ്രൂപ്പ് ഏതാണ്? ഇറ്റ് ഷുഡ് ബി എൻ ആൽബനിസം. പക്ഷെ ഇന്ന് വരെ നമ്മൾ ഇവിടെ നടക്കുന്ന കാലാവസ്ഥാ വർത്തമാനങ്ങളിൽ ഈ പറയുന്ന അക്കാഡമിസ്റ്റ് മുതൽ ഇങ്ങടേക്കുള്ള ആളുകൾ അങ്ങനെ ഒരു സാധനത്തെക്കുറിച്ചും വേണ്ടിയിട്ടേ ഇല്ല. നമ്മുടെ കാലാവസ്ഥാ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പോയാൽ പോലും അവിടെ ആൽബനിസം എന്നൊരു വാക്കില്ല. എങ്ങനെയാണ് ഈ പറയുന്ന ആൽബനിസം ഒരു രോഗമാണെന്ന് തെറ്റിദ്ധരിക്കണവന് ക്ലൈമറ്റുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ക്ലൈമറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക്, അൾട്രാ വയലറ്റ് റേയിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് അത് പബ്ലിക്കിനെ ഇത്രയൊക്കെ കൃഷിനെ മുതൽ കുറേ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റ് റെഫ്യൂജീസ് ആണ്. കാലാവസ്ഥ കൊണ്ട് ഇപ്പൊ എന്നോട് ആളുകൾ പറയുന്നത് ഇവിടെ കിടന്ന് തുള്ളിക്കളിക്കാതെ നീ വല്ല തണുപ്പുള്ള സ്ഥലത്തേക്കും പോടാ, കാരണം എന്റെ സർവൈവലിന് വേണ്ടി പറയുന്ന. പക്ഷെ എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് ചെയ്യാനറിയുന്ന ഒരു തൊഴിലുണ്ട്. എൻ്റെ തൊഴിലിടവും എനിക്ക് നോക്കേണ്ട കുടുംബവും ഒക്കെ വിട്ട് ഞാൻ ആണോ പോകേണ്ടത്? ഇനി അങ്ങനെ പോയാൽ എനിക്ക് എത്ര തവണ സർവൈവ് ചെയ്യാൻ പറ്റും? ഞാൻ എത്ര വർഷം ഇങ്ങനെ ഓടും? എത്ര ദിവസം ഓടും? സാർ ഇപ്പോ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ 2 സിനിമകൾ ചെയ്തു അല്ലെ? ഇങ്ങനെയുള്ള ആളുകൾക്ക് സിനിമകളിലേക്ക് വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? 2 പടമാണ് റിലീസ് ചെയ്തിട്ട് കുറച്ച് റെക്കഗ്നീഷൻ കിട്ടിയിട്ടുള്ളത്. അതില് ആദ്യം വന്നത് കുട്ടനാടൻ മാർപ്പാപ്പ എന്ന് പറഞ്ഞ മൂവി. പക്ഷെ അതിനകത്ത് ക്യാരക്ടറും ഒരു ഫോറിനർ ക്യാരക്ടറും ഒരു അങ്ങനെ ആയതുകൊണ്ട് ഇൻഡസ്ട്രിക്കകത്തും പുറത്തുള്ള ആളുകൾക്ക് നമ്മൾ മലയാളിയാണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജാവയൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള വാർത്തകൾ വന്നപ്പോഴാണ് നമ്മൾ മലയാളിയാണെന്ന് അറിഞ്ഞതും. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആൽബനിസം വർത്തമാനം ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എനിക്കൊരു സാധ്യത ഉണ്ടാക്കി തന്നതും ഈ സിനിമ എന്ന് പറയുന്ന ഒരു സങ്കേതം തന്നെ. അത് സിനിമ ഇപ്പൊ ഈ പറയുന്ന പോലെ മലയാള സിനിമയിൽ ഫോറിനറുടെ വേഷം മാത്രം നാളെ ചെയ്യേണ്ട അങ്ങനെ നിൽക്കേണ്ട ഒരാളൊന്നുമല്ല. സ്വാഭാവികമായിട്ടും സിനിമ കുറച്ച് സ്ട്രഗിളാണ്. കാരണം സാധാരണ മനുഷ്യരുടെ ഇവിടുത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലുള്ള കഥകളിൽ വളരെ കുറവായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുക ഇത്തരം കഥാപാത്രങ്ങൾ വരിക. അപ്പൊ അത്തരം കഥാപാത്രങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് വ്യത്യാസമുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി 1-2 വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അതിനകത്തും ഞാൻ ബോധപൂർവം എടുക്കുന്ന ഒരു കാര്യം, ഈ സിനിമയ്ക്ക് മുമ്പിലേക്ക് വരുമ്പോൾ 2 സബ്ജക്റ്റുകളെ ജനകീയമാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. ഒന്ന്, അത്യാവശ്യം സ്ട്രഗിളുകളൊക്കെ എടുത്ത് സിനിമേന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു റീച്ച് ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്കും കൂടി ഒരു വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും പെയ്ഡ് ആയിട്ടുള്ള കുറച്ച് മോഡൽസിൽ കുറച്ച് പേരൊക്കെ ആൽബിനോസ് ആണ്, ഏറ്റവും പെയ്ഡ് മോഡൽസ്. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് സിനിമ ഇൻഡസ്ട്രികളുണ്ട്. അതില് ഈ ആൽബിനോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 1-2 ആളുകൾ എനിക്ക് എല്ലാവരും അറിയത്തൊന്നുമില്ല, എന്നാലും ആളുകൾ വന്നു. എന്നിട്ട് പോലും ഗൂഗിളിലോ അല്ലെങ്കിൽ സിനിമ ചെയ്തവർക്കോ സിനിമാ പ്രവർത്തകർക്കോ അത് പ്രൊമോട്ട് ചെയ്ത ആളുകൾക്കോ അവരുടെ ഒരു എങ്ങനെയാണ് നമ്മളെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് പോലും സത്യത്തിൽ അറിയത്തില്ല. അപ്പൊ നമ്മളൊരു കഥാപാത്രത്തിന് വിളിക്കുന്നത് അത് കുറച്ച് ക്രിയേറ്റീവ് സൈഡാണ്. അവരുണ്ടാക്കുന്ന സിനിമയിൽ നമ്മളുടെ രൂപമോ ഭാവമോ ഉള്ള കഥാപാത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു സിനിമയ്ക്ക് യോജിക്കുള്ളൂ. ഇപ്പൊ നാളെ നിങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള ഒരു ജോർജിനെയോ അല്ലെങ്കിൽ ഒരു ബിജുവിനെയോ അല്ലെങ്കിൽ ഒരു അഷ്റഫിനെയോ ഞങ്ങളായിട്ട് ഒരു കലാകാരനെ തോന്നിയ സ്വാഭാവികമായിട്ട് അതേ രീതിയിൽ നാളെ വരും. കാരണം അതിന്റെ പേരാണ് ഇൻക്ലൂസീവ്നെസ്. നമ്മളൊരു ഇന്റർനാഷണൽ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമകൾക്കകത്ത് ബോധപൂർവം ഒരു കറുത്ത വർഗ്ഗക്കാരനെ ഉൾപ്പെടുത്തും. എന്ന് വെച്ചാൽ അത് വില്ലൻ സൈഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നായകന്റെ സൈഡിൽ ഒരു ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു മനുഷ്യനുണ്ടാവും. പിന്നെ എല്ലാ രാജ്യങ്ങളെയും അവര് ബാലൻസ് ചെയ്യും.
അതൊക്കെ നോട്ട് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ജപ്പാൻ, ചൈന അല്ലെങ്കിൽ ഒരു പൂർവേഷ്യൻ രാജ്യങ്ങളിലുള്ള ആളുകളെയാണ് വില്ലനായിട്ട് അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലും ഇത്തരം കാറ്റഗറിയിലുള്ള സെന്റിമെന്റൽ അല്ലെങ്കിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ കൂടി വെക്കാറുണ്ട്. ഇവിടെ സിനിമകളിൽ അങ്ങനെ വരും. അത് ഓരോ ആളുകളുടെ ബോധ്യമാണ്. ഇപ്പൊ ഇവിടെ നടക്കുന്ന ഒരു സിനിമയിൽ ഞങ്ങളെ പോലുള്ള ഒരാളുടെ ഇൻക്ലൂസീവ്നെസ് വേണം, ഇവരുടെ ഉള്ള ആൾക്കാരുടെ സ്റ്റിഗ്മകളെ അതിനു വേണ്ടി അവയർനെസ് അല്ല സിനിമ എന്ന് പറയുന്നത് ആ കഥാപശ്ചാത്തലം. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യാം, ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പെയ്ഡായിട്ടും അല്ലാതെയും ഗൂഗിൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ എന്താ പറയുന്നത്, ഇന്ത്യയിലെ ആൽബിനിസം അല്ലെങ്കിൽ ആൽബിനോ ആക്ടേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ ഞങ്ങളുടേത് വരേണ്ടതാണ്. അങ്ങനെ വന്നാലുള്ള ഗുണം ഈ ആൽബിനിസം ഉള്ള മറ്റുള്ളവരെ അറിയാതെയോ അറിഞ്ഞോ പുറകിലേക്ക് നിൽക്കാൻ തീരുമാനിക്കുന്ന ഒരാൾക്ക് നിന്നെ പോലുള്ള ആൾക്കാർ എവിടെയൊക്കെ എത്തി നിൽക്കുന്നു എന്ന് ചോദിക്കും. കാരണം ഇവിടെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള മനുഷ്യരുണ്ട് ഈ പറയുന്നതിൻ്റെ ഇടയിലും ജീവിച്ച്. അത്തരം ആളുകളുടെ പോലും ഡോക്യുമെന്റേഷൻസ് ഇല്ല. ഏറ്റവും കൂടുതൽ ഡോമിനൻസ് കിട്ടുന്നത് സിനിമക്കാർക്കാണ്. പക്ഷെ ഈ സിനിമയ്ക്ക് അകത്തോ പുറത്തോ ഉള്ള എത്ര സ്ഥലങ്ങളിൽ, എത്ര ഇന്റർവ്യൂകളിൽ, എത്ര സിനിമാ ഗ്യാതറിങ്ങുകളിൽ എന്നെ കണ്ടിട്ടുണ്ടാവും. ശരിയാണ്, വളരെ ചുരുക്കമേ ഉള്ളൂ. അത് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന സാധനം പെയ്ഡ് മാർക്കറ്റിംഗ് അല്ല. അതിനൊരിക്കലും ഇൻക്ലൂസീവ് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പറയുന്ന ഇത്രയും വിസിബിലിറ്റി ഉള്ള മനുഷ്യർ അത് ഉൾപ്പെടുത്തണമെന്ന് തോന്നുന്നത് അവരുടെ ബോധ്യത്തിന്റെ ഭാഗമാണ്. അങ്ങനെ സിനിമ എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ ഈ പറയുന്ന കളറ് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സിനിമ കഥ എഴുതുന്ന ആൾക്കത് ഓക്കെ അല്ല, അതിനകത്ത് സാഹചര്യം ഇല്ലെങ്കിലും ഇന്റർനാഷണൽ ലുക്ക് എന്ന് പറയുന്നത് കറുപ്പിനും ഉണ്ട് വെളുപ്പിനും ഉണ്ട്. നമ്മളിവിടെ കറുപ്പുള്ള ചില മനുഷ്യരെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ട് കൂടി നിൽക്കാൻ, കാരണം ഈ കറുപ്പും വെളുപ്പും അല്ല എല്ലാ എടുത്തും ഉള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി കറുപ്പ് ഇന്റർനാഷണൽ ലുക്കാണെങ്കിൽ വെളുപ്പും ഇന്റർനാഷണൽ ലുക്കാണ്. അങ്ങനെയല്ലേ ആവേണ്ടത്. അപ്പോൾ ഈ പറയുന്ന സിനിമകൾ വരുമ്പോൾ അല്ലെ, ഇപ്പൊ നമുക്ക് കഥ എഴുതുന്ന മനുഷ്യരോട് പരിചയമുള്ളവരാണെങ്കിൽ അളിയ അടുത്ത തവണ എഴുതുമ്പോൾ നമ്മളെയും കൂടി കൂട്ടിപ്പിടിച്ച്, പക്ഷെ അത് കാഴ്ചക്കാരനും കൂടി ഡൈജസ്റ്റീവ് ആവണം. അല്ലാണ്ട് വെറുതെ ഇപ്പൊ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഒരാൾ വിളിച്ചിട്ട് എടാ ഞാൻ നിന്നെ ഇതിനകത്ത് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പറയാൻ പോണെന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ആവശ്യമില്ലായിരുന്നു ആ സിനിമയിൽ. വെറുതെ അല്ല, അങ്ങനെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു സാധനം കേൾക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അത്തരം അങ്ങനെയല്ല, കൃത്യമായ ആവശ്യങ്ങളുള്ള സ്ഥലത്ത് വരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവേണ്ടത് സിനിമയ്ക്കകത്തുള്ള കഥാപാത്രങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ സിനിമയുമായി ബന്ധപ്പെടുത്തി പുറത്ത് ഇത്തരം രീതികളിലാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്.